Dear students, we are going to discuss the principal branch of logarithm. Principal branch of logarithm. We consider the set C minus set of all z such that z is less than or equal to 0. That is, we remove the negative real axis including 0 from the entire complex plane. Entire complex plane എന്ന് നെഗറ്റീവ് റിയൽ ആക്സിസും സീറോയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള റിമൂവ് ചെയ്തിട്ടുള്ള സെറ്റാണ് C minus set of all z such that z less than or equal to 0. And we already defined a logarithmic branch in this set as log w equal to log mod w plus I into argument of w plus 2k pi where k belongs to z. And in terms of z, it can be represented as putting z for in place of w. Log z equal to log mod z plus I into argument of z plus 2k pi where k belongs to z. This is the logarithmic branch in this set. So this is not a function because for each value of k we get a different image for a z. That is, if we put k equal to 0, then we get a image for log z, and if we put k equal to 1, then we put another image for the same z. So it is not a function. So as a function we define this logarithmic branch as capital log of z. First letter L capital ആണ്. log z equal to log mod z plus I into principal value of argument z. This is a function because mod z is unique and log mod z is also unique. Also we have argument z is a unique. നമ്മൾ ആർഗ്യുമെൻറ്റിൻ്റെ കേസിൽ സ്മാൾ ആർഗ്യുമെൻറ്റും ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റും ഡിഫൈൻ ചെയ്തിരുന്നു. അവിടെയും സ്മാൾ ആർഗ്യുമെൻറ്റ് യൂണീക്ക് അല്ല, പക്ഷേ ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് യൂണീക്കാണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെയാണ് ഇവിടെ ലോഗരിതത്തിൻ്റെ കേസിലും ലോഗരിതമിക് ബ്രാഞ്ചിൽ ക്യാപിറ്റൽ LOG ഓഫ് z ആണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലോഗ് മോഡ് z പ്ലസ് I ഇൻറ്റു ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് ഓഫ് z. ദിസ് ഈസ് കാൾഡ് ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ലോഗരിതം in the set C minus set of all z such that z less than or equal to 0. So if we consider the logarithmic branch as a function, then we take this value capital log z equal to log mod z plus I into argument of z. Now we have a corollary related to the previous theorem. So we consider the corollary. So we have the statement, a branch of the logarithm function is analytic and its derivative z inverse. ഒരു ലോഗരിതമിക് ബ്രാഞ്ച് അനാലിറ്റിക് ആയിരിക്കും, അതുപോലെ അതിൻ്റെ ഡെറിവേറ്റീവ് അനാലിറ്റിക് ആണെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എല്ലാ പോയിന്റിലും. ഡെറിവേറ്റീവ് എന്നുള്ളത് z ഇൻവേഴ്സ് ദാറ്റ് ഈസ് 1/z ആയിരിക്കും എന്നാണ്. സോ നമുക്കൊരു ലോഗരിതമിക് ബ്രാഞ്ച് ആദ്യം എടുക്കണം. അത് അനാലിറ്റിക് ആണ് എന്നും അതിൻ്റെ ഡെറിവേറ്റീവ് 1/z ആണ് എന്നും പ്രൂവ് ചെയ്യണം. So we consider f of z as a branch of logarithm. Then we can write any z equal to e raised to f of z. That is, we already defined in the definition of a logarithmic branch. That is, f of z is said to be a logarithmic branch if f of z is continuous ആവണം. അതേപോലെ z equal to e raised to f of z എന്ന് എഴുതാൻ പറ്റണം for every z belongs to an open connected set G. Now to prove this corollary we apply the previous theorem. That is, previous theorem ഞാൻ ഒന്ന് റീകാൾ ചെയ്യാം. എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണ്, കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ഇൻറ്റു സിയിലേക്കുള്ള കോംപ്ലക്സ് പ്ലെയിനിലേക്കുള്ള രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ് എഫും ജിയും. ആൻഡ് g of f of z, g composition f is equal to z ആണ്. ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ എഫ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ്. അതേപോലെ g ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് g ഡാഷ് ഓഫ് z നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ g അനാലിറ്റിക് ആണെങ്കിൽ എഫും അനാലിറ്റിക് ആയിരിക്കും. ആൻഡ് എഫ് ഡാഷ് കാണാനുള്ള ഇക്വേഷൻ എഫ് ഡാഷ് ഓഫ് z ഈക്വൽ ടു 1/g ഡാഷ് ഓഫ് എഫ് ഓഫ് z ആണ്. ഇതായിരുന്നു പ്രീവിയസ് പ്രൊപ്പോസിഷൻ. സോ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൊറോളറി പ്രൂവ് ചെയ്യുന്നത്.
സോ നമുക്കൊരു എഫ് ഓഫ് സെഡ് ഉണ്ട്. എഫ് ഓഫ് സെഡ് നമ്മളെടുത്തത് ബ്രാഞ്ച് ഓഫ് ലോഗരിതമായിട്ടാണ്. ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി എന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ വി ടേക്ക് ജി ഓഫ് സെഡ് ആസ് ഇ റേസ് ടു സെഡ്. ക്ലിയർലി ജി ഓഫ് സെഡ്, ഇ റേസ് ടു സെഡ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇ റേസ് ടു സെഡ് അനാലിറ്റിക് ആണ്. ആൻഡ് ജി ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് തന്നെയാണ്. ഇ റേസ് ടു സെഡ് നെവർ ഈക്വൽ ടു 0. സോ ആ പ്രൊപ്പോസിഷനിലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ഇതുകൂടെ ചെക്ക് ചെയ്യണം. ജി ഓഫ് എഫ് ഓഫ് സെഡ് നമുക്ക് സെഡ് എന്ന് തന്നെ കിട്ടണം. സോ ജി ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ജി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ് ആണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡിൻ്റെ നമ്മളിവിടെ ലോഗരിതമിക് ബ്രാഞ്ച് ആയിട്ടാണ് എഴുതിയത്. സോ നമുക്ക് എന്ത് കിട്ടും? സെഡ് ഈക്വൽ ടു ഇ റേസ് ടു എഫ് ഓഫ് സെഡ് ആണ്. സോ എഫ് ഓഫ് സെഡ് എന്ത് എഴുതാൻ പറ്റും? ലോഗ് സെഡ് എന്ന് എഴുതാൻ പറ്റും. സോ ജി ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലോഗ് സെഡ് എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു സെഡ്. സോ ജി ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്നുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. സോ പ്രൊപ്പോസിഷനിലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഇഫ് ജി ഈസ് അനാലിറ്റിക് ദെൻ എഫ് ഈസ് അനാലിറ്റിക്. ജി ഈസ് അനാലിറ്റിക് ആണെങ്കിൽ എഫ് എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ് ആണ്. ഇ റേസ് ടു സെഡ് അനാലിറ്റിക് ആണ്. സോ എഫും അനാലിറ്റിക് ആണ്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ലോഗ് സെഡ് ഈസ് അനാലിറ്റിക് എന്ന് കിട്ടും. ഇനി നമുക്കതിൻ്റെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ സെഡ് ഇൻവേഴ്സ് ആണ്, 1/z ആണ് എന്നുകൂടെ പ്രൂവ് ചെയ്യണം. സോ എഫ് ഡാഷ് കാണാനുള്ള ഇക്വേഷൻ ബൈ പ്രൊപ്പോസിഷൻ 1/g ഡാഷ് ഓഫ് എഫ് ഓഫ് സെഡ് ആണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് ജി സെഡ് നമുക്കറിയാം ഇ റേസ് ടു സെഡ് ആണ്. ജി ഡാഷ് എന്ന് പറഞ്ഞാൽ അതും ഇ റേസ് ടു സെഡ് തന്നെയാണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലോഗ് സെഡ്. ഇതിൽ സെഡിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് സെഡ് കൊടുക്കാറുണ്ട്, ലോഗ് സെഡ്. ദാറ്റ് ഈസ് സെഡ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ്. സോ ലോഗരിതമിക് ബ്രാഞ്ചായിട്ട് എഫ് എടുത്തു, എഫ് അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്തു, ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് സെഡ് ഇൻവേഴ്സ് ഓർ 1/z. So that is the proof of the corollary. Thank you.